1912 വസന്തകാലം. ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ യാത്രാക്കപ്പൽ അതിൻ്റെ കന്നിയാത്രയ്ക്കൊരുങ്ങുകയാണ്. RMS ടൈറ്റാനിക്. ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ഈ യാത്ര ആഡംബരത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഒരു പ്രതീകമായിരുന്നു. എന്നാൽ വിധി മറ്റൊന്ന് കരുതിയിരുന്നു. ഹാർലൻഡ് ആൻഡ് വോൾഫ് എന്ന ഷിപ്പ്യാർഡിൽ നിർമ്മിക്കപ്പെട്ട ടൈറ്റാനിക് അന്നത്തെ എഞ്ചിനീയറിംഗ് വിദ്യയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു. 3 കൂറ്റൻ പ്രൊപ്പല്ലറുകൾ, അത്യാധുനിക സൗകര്യങ്ങൾ, ആഡംബരപൂർണമായ ക്യാബിനുകൾ. ടൈറ്റാനിക് ഒരു ഒഴുകുന്ന കൊട്ടാരം തന്നെയായിരുന്നു. ലോകമെമ്പാടുമുള്ള സമ്പന്നരും പ്രശസ്തരുമായ ആളുകൾ ഈ യാത്രയിൽ പങ്കുചേർന്നു. 1912 ഏപ്രിൽ 10 ടൈറ്റാനിക് സതാംപ്ടണിൽ നിന്ന് യാത്ര തുടങ്ങി. ഷെർബർഗ്, ക്വീൻസ് ടൗൺ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ യാത്രക്കാരെയും കയറ്റി അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് നീങ്ങി. നൃത്തം ചെയ്തും ചിരിച്ചും കടൽ കാഴ്ചകൾ കണ്ടും ആ കപ്പലിൻ്റെ സൗകര്യങ്ങൾ യാത്രക്കാർ ആസ്വദിച്ചു. എന്നാൽ ഈ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഏപ്രിൽ 14 ടൈറ്റാനിക് അപകടകരമായ ഒരു മേഖലയിലേക്ക് പ്രവേശിച്ചു. മഞ്ഞുമലകൾ നിറഞ്ഞ വടക്കൻ അറ്റ്ലാന്റിക്. മറ്റ് കപ്പലുകളിൽ നിന്ന് മഞ്ഞുമലകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ടൈറ്റാനിക് അതിൻ്റെ ഉയർന്ന വേഗതയിൽ തന്നെ മുന്നോട്ട് പോകുകയായിരുന്നു. രാത്രി 11:40 കപ്പലിൻ്റെ വലതുഭാഗത്ത് ഒരു കൂറ്റൻ മഞ്ഞുമല ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം വരെ അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. ശക്തമായി വെട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ടൈറ്റാനിക്കിൻ്റെ മുൻഭാഗം മഞ്ഞുമലയിൽ ഇടിച്ചു. ആ നിമിഷം ഒരിക്കലും മുങ്ങാത്ത കപ്പലെന്ന അഹങ്കാരത്തിന് മരണം സംഭവിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ കപ്പലിൻ്റെ വലതുവശത്തെ മുൻഭാഗത്തിൽ വലിയ ദ്വാരങ്ങൾ രൂപപ്പെട്ടു. വെള്ളം അതിവേഗം തന്നെ ആ ഭാഗങ്ങളിലേക്ക് ഇരച്ചു കയറി. രക്ഷാബോട്ടുകൾ കുറവായിരുന്നത് ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. തണുത്തുറഞ്ഞ വെള്ളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നിസ്സഹായരായി ഒഴുകി നടന്നു. ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ടു എന്ന സന്ദേശം മറ്റ് കപ്പലുകൾക്ക് ലഭിച്ചു. RMS കാർപാത്തി എന്ന കപ്പൽ രക്ഷാപ്രവർത്തനത്തിനായി എത്തി. എന്നാൽ അപ്പോഴേക്കും സമയം വൈകിയിരുന്നു. 700-ൽ താഴെ ആളുകൾ മാത്രമാണ് ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ബാക്കിയുള്ള 1500-ലധികം ആളുകൾ ആഴക്കടലിൽ നിദ്രയിലാണ്ടു. കടലാഴങ്ങളിൽ ആഴക്കടലിലെ ആ ഭീമാകാരമായ കപ്പൽ ഒരിക്കലും മറക്കാത്ത ഒരു ദുരന്തത്തിൻ്റെ നിശബ്ദ സാക്ഷിയായി നിലകൊള്ളുന്നു.